അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറേ അധികം തിയേറ്റർ അപ്ഡേറ്റുകളാണ്. ഈ ഫെബ്രുവരി 2024 തുറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന കുറേ അധികം തിയേറ്ററുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് കൂടി ചോദിക്കുന്ന നമ്മുടെ കൊച്ചി ഫോറം മാളിലെ PVRന്റെ തിയേറ്ററാണ്. കുറെ കാലമായി എന്ന് ഓപ്പൺ ചെയ്യും. അതിന്റെ കൂടെ പണി നടന്നുകൊണ്ടിരുന്ന തിയേറ്ററുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഗൈസ് അതിന്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മാസം ഫെബ്രുവരി തന്നെ തുറക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഇതുവരെ പ്രസ്റ്റീജ് ഗ്രൂപ്പിന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞൊരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി സെക്കൻഡ് വീക്കിനുള്ളിൽ തന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ഫെബ്രുവരി മാസം തന്നെ അതിന്റെ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കുന്ന അവിടുത്തെ PXL സ്ക്രീൻ തന്നെയാണ്, അതായത് കേരളത്തിലെ ആദ്യത്തെ PXL സ്ക്രീൻ ആണല്ലോ. അപ്പോൾ ഈ ഒരു PXL സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻ സൈസ് അവിടെ കാണിക്കാം. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്റീരിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ പഴയ തിയേറ്റർ, അതായത് അവരുടെ പഴയ PXL തിയേറ്ററിന്റെ അതേ ഇന്റീരിയർ തന്നെയാണ് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. കുറേയധികം ലൈറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അവർക്ക് ആ ഒരു ഡോട്ട് ലൈറ്റിനുള്ള ആ ഒരു ഇന്റീരിയർ ഉണ്ടായിരുന്നല്ലോ, അത് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എന്തായാലും ഇത് ഒട്ടും മോശമല്ല. പക്ഷേ സീറ്റ് ഗംഭീരമാണ് കേട്ടോ. നല്ല കുഷനോട് കൂടി നമ്മൾ IMAX ട്രിവാൻഡ്രം IMAXിൽ കാണുന്ന ആ ഒരു ടൈപ്പ് സീറ്റ് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ PXL കൊടുത്തേക്കുന്നത്. പിന്നെ മറ്റ് ഓഡിറ്റോറിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് PVRന്റെ ഒരു സീറ്റാണ് കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ആ ഒരു സീറ്റ് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കൊച്ചിയിൽ ഇപ്പം ഈ ഒരു ഇവിടുത്തെ മറ്റ് ഓടികളിലെ സീറ്റിന്റെ ഒരു ക്രമീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. കംഫർട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സെക്കൻഡ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ കൊല്ലം ജില്ലയിലെ കുട്ടിയത്തെ ഡ്രീംസ് മാൾ ആശ്വാ സിനിപ്ലെക്സിന്റെ തിയേറ്റർ. അപ്പോൾ ലാലേട്ടൻ തിയേറ്ററാണ്. അപ്പോൾ അതിന്റെ ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഫെബ്രുവരി 9 അവർ പറയുന്ന ഒരു ഡേറ്റ്. പക്ഷേ ഇനി അന്ന് തുറന്നില്ലെങ്കിൽ പോലും നമുക്ക് ഫെബ്രുവരി മാസം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി സ്ക്രീൻ പ്ലേസ്മെന്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഫെബ്രുവരി മാസം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഫെബ്രുവരി 9 ലാൽസലാമാണ് അവർ പറഞ്ഞൊരു ഡേറ്റ്. നമുക്ക് നോക്കാം, എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവാറ്റുപുഴക്കാർ ഒരുപാട് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു തിയേറ്ററാണ്, നമ്മുടെ ഐസക്സ് ആൻഡ് മറിയ തിയേറ്റർ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്തെ പെയിന്റടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസാനഘട്ട പണിയിലാണ് ഇപ്പോൾ തിയേറ്റർ ഉള്ളത്. അതായത് തിയേറ്ററിന്റെ പുതിയ ലോഗോയൊക്കെ അവർ തിയേറ്ററിന് മുൻപിൽ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല ഒരു യെല്ലോ കളറിൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ എന്താ പറയാ, ഒരു നല്ല അട്രാക്ഷൻ തോന്നുന്ന ഒരു ലോഗോ തന്നെയാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ മാസം പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് നീണ്ടുപോകത്തില്ലെന്ന് തോന്നുന്നു. ഫെബ്രുവരി മാസത്തോട് കൂടിയിട്ട് എന്തായാലും ഐസക്സ് ആൻഡ് മറിയ തിയേറ്ററും ഓപ്പൺ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത തിയേറ്റർ എന്ന് ചോദിക്കുവാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസ് ഓപ്പൺ ചെയ്തത്. കോഴിക്കോട് ഇനി അടുത്ത തിയേറ്ററും കൂടെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മാൾ ഉണ്ടല്ലോ, അവിടുത്തെ മിറാജ് സിനിമാസ് മൾട്ടിപ്ലക്സ് ചെയിന്റെ കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററാണ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെയും പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാസം തന്നെ മിറാജ് സിനിമാസിന്റെ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 4 തിയേറ്ററുകളാണ് നമുക്ക് ഈ ഫെബ്രുവരി മാസം പ്രതീക്ഷിക്കാവുന്ന തിയേറ്ററുകൾ, ഓപ്പൺ ചെയ്യാൻ പ്രതീക്ഷിക്കാവുന്ന തിയേറ്ററുകൾ. അപ്പോൾ ഇനി അടുത്തൊരു തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങ് മണ്ണാർക്കാട് ഒരു പുതിയ തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് സിനി മാജിക് തിയേറ്റർ. അപ്പോൾ ആ ഒരു തിയേറ്റർ എനിക്കൊന്ന് നല്ല അതിഗംഭീരമായിട്ട് തന്നെ പുതിയ ഭാവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഡേ ആൻഡ് നൈറ്റ് ഗംഭീരമായിട്ട് തന്നെ ആ ഒരു തിയേറ്ററിന്റെ പണികൾ നടക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു തിയേറ്ററും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മണ്ണാർക്കാട് സിനി മാജിക് തിയേറ്ററിന്റെ ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ മണ്ണാർക്കാട് വേറൊരു തിയേറ്ററിന്റെ അപ്ഡേറ്റോടെ പറയാം. ഒരു സൗജന്യ ഷോ നടത്തിയ കാര്യമാണ് കേട്ടോ. നമ്മുടെ മണ്ണാർക്കാട് ചെമ്പകശ്ശേരി ഒക്കാസ് തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ 2024 ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ചിട്ട് പാലിയേറ്റീവ് കെയർ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു സൗജന്യ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും തിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു സൗജന്യ ഷോ രോഗികൾക്ക് വേണ്ടിയിട്ട് നടത്തി കൊടുത്തില്ല അല്ലേ. യെസ്, ഗുഡ് ചെമ്പകശ്ശേരി ഒക്കാസ് തിയേറ്റർ. പിന്നെ നമുക്ക് ഇനി കുറച്ച് ഓഫേഴ്സിന്റെ കാര്യം പറയാം. നമ്മുടെ PVR അതുപോലെ തന്നെ സിനിപോളിസ്, നിങ്ങൾ ഇനി സിനിമ കാണാൻ പോവുകയാണെങ്കിലേ പരമാവധി ബുധനാഴ്ച സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. PVR അതുപോലെ തന്നെ സിനിപോളിസ് തിയേറ്റർ നിങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബുധനാഴ്ച ദിവസം അവർ ഓഫർ ഇടുന്നുണ്ട്. അതായത് 99 രൂപ, ചിലപ്പോൾ 90 ഇടുന്ന കാണാം. അതുപോലെ തന്നെ അവിടെ PVRന് ഈ ഒരു ഓഫർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ബുക്ക് മൈ ഷോ ചെക്ക് ചെയ്ത് നോക്കുക. 99 രൂപയുടെ ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം സിനിമ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം പൈസ ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോ. ഇനി വേറെ കുറേ അധികം തിയേറ്ററുകൾ ഇങ്ങനെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.